ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹലോ. നമ്മുടെ ട്രെയിലർ കാണാൻ വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും നന്ദി. കൂടുതലൊന്നും പറയുന്നില്ല. ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. രതീഷ് എന്ന പടത്തിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നത്തെ കേസോട് കണ്ടതിന് ശേഷം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ കണ്ടതിന് ശേഷം. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ചാക്കോച്ചനും ലിസിൻ ചേട്ടൻ തന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുകൂടാതെ 3 ഡയറക്ടർമാരോടാണ് ഞാൻ അവർ വർക്ക് ചെയ്തത്. ഒന്ന് രതീഷ് ചേട്ടൻ, ദിലീഷ് പോത്തൻ, ചിദംബരം, രാജേഷ് മാധവൻ. ഇവർ 4 പേർക്കും വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രെയിലർ ലോഞ്ചിലോട്ട് പോവാം. എന്തായാലും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ദുരൂഹ സാഹചര്യം മൂവിയുടെ ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് താങ്കൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിനിമയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? അത് എന്തായാലും പാട്ടൊക്കെ കണ്ട് എനിക്ക് പറയാല്ലേ. ഈ സിനിമയിൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എൻ്റെ കാലിന് ഇഞ്ചുറി പറ്റി ഒടിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സീൻ ഷൂട്ട് ചെയ്തതിന് തൊട്ട് മുന്നേ റിയലായിട്ട് എൻ്റെ കാലൊന്ന് ഫ്രാക്ചറായി. ശരിക്കും കാല് പ്രശ്നമായി. അപ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കും ശരിക്കും ചെയ്തു. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഡയറക്ടറിൽ നിന്നും ആദ്യമായിട്ട് നടനായിട്ട് ഒരു സിനിമയിൽ, അത് നമ്മുടെ സ്വന്തം ദുരൂഹ സാഹചര്യത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ചിദംബരം. നിറഞ്ഞൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്, ഡയറക്ടറിൽ നിന്ന് ആക്ടറിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ഞാനൊരു സിനിമയിൽ എത്തിപ്പെടുന്നത്. രതീഷൻ എന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് വിളിച്ചത്. ഒരു കഥയുണ്ട്, ഞാൻ അയച്ചു തരാം, ഒന്ന് ചെറുതായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ യാത്രയുടെ തിരക്കിലും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് നാട്ടിൽ തരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത്. പിന്നെ ചാക്കോച്ചനാണ് ധൈര്യം തന്നത്. ആ ധൈര്യം വെച്ച് ഞാൻ സെറ്റിലേക്ക് പോയപ്പോഴും ചെന്ന് പെട്ടത് 4 പുലികളുടെ ഫ്രണ്ടിലാണ്. സച്ചിൻ, പോത്തൻ്റെ, ജാഫറൊക്കെ പിടിച്ചേക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. കാണുക, ബാക്കി സിനിമ സംസാരിക്കും. താങ്ക് യു. ജാഫർക്ക വരുമല്ലേ സ്റ്റേജിലേക്ക്? യെസ്, ഓരോ കഥാപാത്രങ്ങളും ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ജാഫർ ഇടുക്കി സ്നേഹത്തോടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ചുള്ളൻ ചക്കനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ചുള്ളൻ ചക്കൻ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. എനിക്കില്ലാത്ത അടിപൊളി ഉഗ്രം പണം കേട്ടോ. ഇത് മിസ് ചെയ്ത് പോരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള ഒരാളല്ല. ഈ പടം ഗംഭീരപടമായിരിക്കുന്ന വ്യവസായം. ഇത് എനിക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങേറ്റത്തേക്ക് നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് 2-3 വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ സാറിൻ്റെ കൂടെ എനിക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് ഈ പടത്തിൽ. പിന്നെ ഈ ചെറുക്കൻ ചുരുളി എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഒരു പള്ളിപ്പരിച്ചത് പോലെ ഇരുന്ന ഇപ്പോൾ തടിയൊക്കെ വെച്ച് അമ്പാനായി ജീപ്പന് വന്നിട്ട് എന്നെ വന്ന് എന്നോട് ചോദിച്ച ഡയലോഗ് അറിയാൻ പാടില്ലേ? ചുരുളിയിൽ മക്കാനല്ല ചോദിക്കണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ പേര് പിന്നെ ഉണ്ടല്ലോ. ഒരു രാജാവ് ഫ്രണ്ടിരിപ്പുണ്ട്, അദ്ദേഹം കൂടെ കയറുമ്പോൾ ഓക്കെയോ. പിന്നെ നമ്മുടെ നായികക്കുട്ടിയല്ലേ. ഇത് പിന്നെ ഒരു ഇത്രയും നിൽക്കുന്ന ഇത്രയും ആൾക്കാരുള്ളൊരു സിനിമയാണ്. പിന്നെ കുറേ ആൾക്കാരുമുണ്ട്. എന്തായാലും ഈ നടക്കാനിരിക്കുന്ന ഈ സംഭവങ്ങൾ നടക്കട്ടെ. ഒത്തിരി നീട്ടുന്നില്ല, ഇനിയിപ്പോൾ അത് മതി. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സ്വന്തം സുധീഷ് ചേട്ടനെ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വളരെ സന്തോഷം. വീണ്ടും ചാക്കോച്ചനോടൊപ്പം ഒരു റോള് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും, ജാഫർക്കോടൊപ്പം ഞാൻ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളുടെ സംവിധാനത്തിൽ 3ാമത്തെ സിനിമയിലാണ് ചെയ്യുന്നത്. പടം ഗംഭീരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണൂലേ? പൊളിക്കൂലേ? തകർക്കണം നമുക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ മൂവിയിലെ നായികയെ നിങ്ങൾക്ക്
ഇങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്തെങ്കിലും ദുരൂഹതയാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എല്ലാവരും ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹീറോയിനെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. എന്നെ ഹീറോയിൽ തിരഞ്ഞെടുക്കുന്നതിലുള്ള ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആക്ച്വലി രതീഷേൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ മൂവിയാണ്. ആദ്യത്തെ സിനിമ ഞാൻ സുധീഷേൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു, സുരേഷിൻ്റെയും സുബ്രതയുടെയും ഹൃദയഹാരിയ പ്രണയകഥ. അതിനുശേഷം എനിക്ക് ഒരുപാട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ടാലൻറ്റഡ് പെർഫോമേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. സോ ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ബാക്കി ഇനി ട്രെയിലറും ടീച്ചറും കാണാം. യെസ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റിലേക്ക് പോവുകയാണ്. വയനാട് തിരുനെല്ലിയിലാണ് നമ്മുടെ സിനിമയുടെ ഭൂരിഭാഗവും നമ്മൾ ചിത്രീകരണം പൂർത്തിയാക്കിയത്. സോറി, അതിന് രണ്ട് കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി മൈക്ക് വാങ്ങിക്കുകയാണ്. നിങ്ങൾ കണ്ടപോലെ ഏപ്രിൽ 15 വിഷു ദിനത്തിലാണ് നമ്മളൊരു ദുരൂഹ സാഹചര്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ വിഷു കൈനീട്ടമായിട്ട് നിങ്ങളിലേക്ക് ഒരു ദുരൂഹ സാഹചര്യത്തിൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് ഇരുകൈ എന്നിട്ട് സ്വീകരിച്ച് തിരിച്ച് ഞങ്ങൾക്കും വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താങ്ക് യു വെരി മച്ച്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകൾ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും അതിനുശേഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സിനിമയുടെ നല്ലതിന് വേണ്ടി എന്ന് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നു ഭയങ്കര കഷ്ടപ്പെട്ടാണ് സിനിമകൾ ചെയ്തതെന്ന് പറഞ്ഞതിനപ്പുറം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കേണ്ട കാര്യമില്ല. സിനിമ സംസാരിക്കുക എന്ന് നമ്മൾ പറയുന്നു. സിനിമ എത്രത്തോളം ഏത് രീതിയിലൊക്കെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായിട്ട് ആ സിനിമയുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കാര്യം. നമുക്കറിയാം, വളരെ സംഘർഷപൂരിതമായ ഒരു അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ആർട്ട് ഫോം, കലാരൂപങ്ങൾ എത്രത്തോളം മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ എത്രത്തോളം ഉദ്ബോധിപ്പിക്കുന്നു, രസിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ട് പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഈ അടുത്ത സമയങ്ങളിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച പ്രേക്ഷകരോടാണ് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത്. ഏറ്റവും സംഘർഷപൂർണ്ണമായ സമയങ്ങളിൽ പോലും ആട് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ പ്രതിച്ഛായ പോലുള്ള സിനിമകൾ, ഇപ്പോൾ ഇന്ന് റിലീസായിട്ടുള്ള വാഴ 2 എന്ന സിനിമയെല്ലാം ഞാൻ അഭിനയിച്ചില്ല, സുധീഷ് അഭിനയിച്ചുള്ള സിനിമയാണ്. അതെല്ലാം നല്ല പ്രേക്ഷക പ്രീതിയോടുകൂടി തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അത് ഏത് കലാരൂപങ്ങളായാലും അത് മനുഷ്യന് ആവശ്യമാണ് എന്ന് നമ്മൾ മലയാളികൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് ലോകത്തോട് കാണിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളോട് എല്ലാവരോടും, പ്രേക്ഷകരോട് എല്ലാവരോടും നന്ദി പറഞ്ഞതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല സിനിമകളുമായിട്ട് മലയാള സിനിമ വീണ്ടും ഉണ്ടാവും എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ആഴ്ചകളിലൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നു. ഇപ്പം ഞാനിന്ന് ടോവിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോവിയുടെ ചോദിച്ചത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച പള്ളിച്ചട്ടം റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിലാണെന്ന് പറഞ്ഞു. സൗദി അറേബ്യയിൽ നിനക്ക് ഇത്രയും ധൈര്യമുണ്ടോ? നമ്മുടെ ഉണ്ട് ചേട്ടാ, ഞാൻ ധീരനല്ലേ, ധീരൻ. ഞാൻ ഇത് കഴിഞ്ഞ് ഖത്തറിൽ പോകുന്നുണ്ട്. നമ്മുടെ ചേട്ടാ നിന്നെ സംഭവിച്ചിരിക്കുന്നു. ചേട്ടാ ഞാൻ ധീരനല്ലേ, ധീരൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അപ്പം പള്ളിച്ചട്ടമ്പിയും അങ്ങനെയുള്ള വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയ പെരുന്നാളെന്ന് നമ്മൾ പറയുന്ന പോലെ മെയ് 1-ാം തീയതി പേട്രിയറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ഒരു ചെറിയ പെരുന്നാളായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിഷുദിനത്തിൽ നല്ലൊരു വിഷുക്കണിയുമായിട്ട്, വിഷു സിനിമയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ടീം. സോ താങ്ക് യു വെരി മച്ച്. ട്രെയിലർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ ഞാൻ ആൽക്കലി എന്നുള്ള ഗാനം നിങ്ങളെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് ഡാൻസിങ് നിഞ്ച എന്ന കൊറിയോഗ്രാഫറിനോടും മ്യൂസിക് ചെയ്ത ഡോൺ വിൻസെന്റ്, അതിൻ്റെ വരികൾ എഴുതിയ നമ്മുടെ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, പിന്നെ എന്നെ അതിലെ ഡാൻസ് പഠിപ്പിച്ച നമ്മുടെ സജിൻ ഗോപു എന്ന പുതിയ മൈക്കിൾ ജാക്സണോടും കൂടിയാണ്. സോ താങ്ക് യു വെരി മച്ച്. സോ വിഷുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം. സോ നല്ല സിനിമകൾ നീണാൾ വാഴട്ടെ. നല്ല സിനിമകൾക്കായിട്ട് ഇനിയും ഏറ്റവും നല്ല രീതിയിലുള്ള എഫേർട്ടുകൾ ഉണ്ടാകട്ടെ. ഒരു നല്ല ടീമാണ്, നല്ല ക്രൂവാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരോട് എല്ലാവരോടും ഈ അവസരത്തിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഒരു നല്ല സിനിമയായിട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്ക് യു വെരി മച്ച്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമ സംസാരിക്കട്ടെ, സിനിമ വിജയിക്കട്ടെ, സ്നേഹം വിജയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.